5 നേരത്തെ നിസ്കാരത്തിന് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം അള്ളാഹ് എനിക്ക് തന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ അമ്പിയാക്കൾ ജീർണിച്ച് നശിക്കുകയല്ല, ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ആവശ്യം വന്നാൽ അവർ ഭൂമിയുടെ പുറത്ത് വരികയുമാണ്. ചിലപ്പോൾ അവർ ആകാശത്തേക്ക് പോവുകയുമാണ്. ആകാശത്ത് വെച്ച് അവരതാ സഹായിക്കുകയുമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചില്ലേ? ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും 50 നേരത്തെ നിസ്കാരത്തിന്റെ ഭാരം ചുരുക്കി 5 നേരത്തെ നിസ്കാരമായി ചുരുക്കി കൊടുക്കാൻ മൂസാ നബി സഹായിച്ചില്ലേ? വഫാത്തായ അമ്പിയാക്കൾ പിന്നെ സഹായിക്കൂല. മരിച്ചാ തീർന്നു എന്ന് പറയുന്നത് അബൂജഹലിന്റെ ആശയമല്ലേ? അബൂജഹലല്ലേ പറഞ്ഞ് മരിച്ചാ പിന്നെ തീർന്നു. അബൂജഹലിന്റെ ആശയമല്ലേ വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയുന്ന ആശയം? അതുകൊണ്ട് അമ്പിയാക്കൾ ജീർണിച്ച് നശിക്കുന്നില്ല. ഇനിയും ഖുർആനിൽ എത്രയോ തെളിവുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ അങ്ങ് വഫാത്തായി. പക്ഷേ ആ വഫാത്തായ സ്ഥലത്ത് നിന്ന നൃത്തം തന്നെ പിന്നെ ഏകദേശം തഫ്സീറിന്റെ കിതാബിൽ കാണാം, 1 കൊല്ലത്തോളം കഴിയുമ്പോഴാണ് അതാ തഅക്കുലും ഇൻസതഹു സുലൈമാൻ നബി അലൈഹിസ്സലാം ചാരി നിന്ന വടി അത് ചെതലെറുമ്പ് തിന്നിട്ട് അങ്ങ് വീണപ്പോഴാണ് ജിന്നിന് മനസ്സിലായത് സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടുണ്ട്. ശരീരത്തിനൊരു കേടും പറ്റിയിട്ടില്ല. ഇനി അമ്പിയാക്കളെ സംഗതി പറയണു. പ്രബോധനത്തിൽ അതാ ഖുർആനിനെതിരെ ഹദീസിനെതിരെ മുസ്ലിമീങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി എഴുതുന്നത് കണ്ടാൽ അത് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? മുസ്ലിമീങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് ബുഖാരി ഓതിക്കൊടുത്തിട്ടുണ്ട്. ആ ബുഖാരിയിൽ ഇന്ന് ഓതിക്കൊടുത്ത ഹദീസാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം മകനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയും, ജാബിറേ ഇന്നി ലാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില. മോനെ ജാബിറേ, നാളെ യുദ്ധം നടന്നാൽ ആദ്യമായി ഷഹീദാകുന്നത് ഞാനായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന അറിവാണ്. നാളെ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് മോനെ. ഞാൻ മരിച്ച റസൂലുള്ളാഹിനെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മോനാണ്. അതുകൊണ്ട് മോനെ, ഞാൻ മരിച്ചാൽ എന്റെ കടം വീട്ടണേ, എന്റെ പെൺകുട്ടികളെ ശ്രദ്ധിക്കണേ. അങ്ങനെ പറഞ്ഞ ബാപ്പ പിറ്റേ ദിവസം ഉഹദ് യുദ്ധത്തിൽ ആദ്യം തന്നെ മരിച്ചത് എന്റെ ബാപ്പയാണ്.